എൻ്റെ കർത്താവെ, ഈ പുലിക്കൂട്ടിൽപ്പെട്ടുപോയ ആ പാവം കുഞ്ഞാടിനെ കാത്തോളണേ, ജോസഫ് അറിയാതെ പറഞ്ഞുപോയി. കാര്യം റീത്ത ഉള്ളുകൊണ്ട് ആള് ശുദ്ധയാണെങ്കിലും അവരുടെ വായെ കുറച്ച് പ്രശ്നമാണ്. അത് അടങ്ങിയിരിക്കില്ല. മനസ്സിലെന്ത് നോക്കിയാലും അത് വെട്ടി തുറന്ന് മുഖത്തടിച്ചതുപോലെ അങ്ങ് പറയും. അത് കേട്ടാൻ മറ്റുള്ളവർക്ക് വിഷമമാകുമെന്നോ അങ്ങനെ പറയാൻ പാടില്ല എന്നോ അവർ ചിന്തിക്കാറില്ല. പക്ഷെ ഉള്ളു നിറയെ സ്നേഹമാണ്. സ്നേഹിച്ചാൽ ഹൃദയം വരെ പറിച്ചു കൊടുക്കും, എന്നാൽ ചതിച്ചാൽ അതേ ഹൃദയം പിടിച്ച് കലക്കും. അതാണ് ലൈന്. അടുത്ത ദിവസം അനു രാവിലെ ഉണർന്നു. സോഫയിലുള്ള ഉറക്കം അവൾക്ക് വല്ലാത്ത അസ്വസ്ഥയായിരുന്നു. ഉണർന്ന ഉടനെ അനു മുറിയൊട്ടാകെ ഒന്ന് നോക്കി. എന്നാൽ എവിടെയും ഡേവിഡിനെ കണ്ടില്ല. പതിയെ ബാത്റൂമിൽ പോയി ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പക്ഷേ അവൾക്ക് താഴേക്ക് പോകാൻ മടി തോന്നി. ഡോറിൽ മുട്ടുകേട്ട് അനുമുറിയുടെ കതക് തുറന്നതും മുന്നിൽ നിൽക്കുന്ന ലിസയെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. എഴുന്നേറ്റോ? തന്നെ നോക്കി പുഞ്ചിരിയോടെ ചോദിക്കുന്ന ലിസയെ നോക്കിക്കൊണ്ട് അനു ചിരിച്ചുകൊണ്ട് കാണിച്ചു. അനു വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ലിസ അനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് സ്റ്റെയറുകൾ ഇറങ്ങി. താഴെ എല്ലാവരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എന്നാൽ ഡേവിഡും ആദമും സേവിയറും ജോണുമില്ല. അവർ നേരത്തെ കഴിച്ച് ഓഫീസിലേക്ക് പോയി. വല്യപ്പച്ചനും ടോണിയും റോണിയും വല്യമ്മച്ചിയും ഡേവിഡിൻ്റെയും അമ്മയും ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്. എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് എലിസബത്ത്. പെട്ടെന്ന് അങ്ങോട്ട് വരുന്ന അനുവിനെ കണ്ടതും അവരുടെ മുഖത്ത് ദേഷ്യം നിഴലിച്ചു. പെട്ടെന്ന് അവർ അടുക്കളയിലേക്ക് പോയി. അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അവർക്ക് തന്നെ ഇഷ്ടമായില്ല എന്ന് അനുവിന് ബോധ്യമായി. അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു വന്നെങ്കിലും അത് ആരെയും കാണിക്കാതെ നിന്നു. അനു തൻ്റെ തല താഴ്ത്തി. ഇത് കണ്ട വല്യപ്പച്ചൻ അനുവിനോട് ഒരുതരം വാത്സല്യം തോന്നി. ലിസമോളെ, നിങ്ങളിരിക്ക്, ആ കുട്ടിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. ലിസയെ നോക്കിക്കൊണ്ട് വല്യപ്പച്ചൻ അവളോട് പറഞ്ഞു. ശരി വല്യപ്പച്ച. ലിസ അനുവിനെ കൂട്ടി ടോണിയുടെ അടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ചെയറിലേക്ക് ഇരുത്തി. തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ ചെയറിൽ അവളും ഇരുന്നു. അനു അവരുടെ അടുത്ത് ഇരുന്നതും പെട്ടെന്ന് തന്നെ ടോണിയും റോണിയും ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു പോയി. ലിസയ്ക്കും വല്യപ്പച്ചനും അവരുടെ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും തന്നെ പകയോടെ അതിലുപരി വെറുപ്പോടെ നോക്കുന്ന ആ കണ്ണുകളെ അനു ശ്രദ്ധിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ വീണ്ടും കണ്ണുനീർ കുമിഞ്ഞുകൂടി. ലിസമോളെ, ഭക്ഷണം കഴിച്ച ഉടനെ ഈ കുട്ടിയെയും കൂട്ടിക്കൊണ്ട് ഷോപ്പിങ്ങിന് പൊയ്ക്കോളൂ. എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കൃത്യമായി തന്നെ വാങ്ങിക്കണം. അറിയാലോ, നാളെയാണ് റിസപ്ഷൻ. എല്ലാം പെട്ടെന്ന് വേണം. ശരി വല്യപ്പച്ച, ഞങ്ങൾ ഉടനെ തന്നെ പുറപ്പെടാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ലിസ അനുവിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. അവരുടെ തന്നെ ഉടമസ്ഥയിലുള്ള ഷോപ്പിലേക്കാണ് ലിസ അനുവിനെയും കൂട്ടി കൊണ്ടുപോയത്. റിസപ്ഷൻ അനുവിന് വേണ്ട ഓരോ ഡ്രസ്സും അതിനുശേഷം വീട്ടിലിടാൻ അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും സെലക്ട് ചെയ്ത് ലിസ തന്നെയായിരുന്നു. അനു എല്ലാത്തിനും കൂടെ നിന്നെങ്കിലും അഭിപ്രായം പറയാനൊന്നും നിന്നില്ല. അനുവിനെ എപ്പോഴും ഒരുതരം വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നിയിരുന്നു. അതിലുപരി ഒരു കുറ്റബോധം, മനസ്സിനൊരു വല്ലാത്ത ഭാരം. അനുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ലിസ എല്ലാം സെലക്ട് ചെയ്ത് വേഗം അനുവിനെ കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു. യാത്രയിലുടനീളം ഒന്നും സംസാരിക്കാതെ മൗനമായിരുന്നു. അനുവിനെ കാണെ ലിസയ്ക്ക് അവളോട് സഹതാപം തോന്നി. കൂടെ പിറപ്പ് നഷ്ടമായ ലിസക്ക് അനുവിനെ ആ സ്ഥാനത്തേക്ക് കർത്താവ് കൊടുത്തതാണെന്ന് കരുതി. അനു. പുറത്തേക്ക് നോക്കുകയായിരുന്ന അനു ലിസയുടെ സംസാരം കേട്ടതും തിരിഞ്ഞു നോക്കി. അനുവിനിവിടെ വല്ലാതെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? കണ്ണുകൾ നിറഞ്ഞ വേദനയോടെ അവൾ ലിസയെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. എന്തിനും ഞാനുണ്ട് തൻ്റെ കൂടെ. ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയല്ല, സ്വന്തം ചേച്ചിയാണെന്ന് കരുതിക്കോ. ഞാൻ സ്വന്തം അനുജത്തിയാണെന്ന് കരുതിക്കോളാം. അനുവിനെ നോക്കി ലിസ അത് പറഞ്ഞതും അതുവരെ തടഞ്ഞു വെച്ച തൻ്റെ കണ്ണുനീര് പൊട്ടിയൊഴുകുന്നത് അനു അറിഞ്ഞു. ഒരു സഹോദരിയോടുള്ള സ്വാതന്ത്ര്യത്തോടെ അനു ലിസയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. തൻ്റെ വേദനകളെല്ലാം ആ ചുമലിൽ അവൾ പെയ്തൊഴുക്കി. പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന അനുവിനെ കാണെ ലിസയുടെ ഉള്ളിലും ഒരു നോവുണർന്നു. പതിയെ ലിസയുടെ കൈ അനുവിൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. താൻ ഇത്രയ്ക്ക് പാവമാണോ? നിറഞ്ഞൊഴുകുന്ന അനുവിൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളോട് ലിസ വാത്സല്യത്തോടെ ചോദിച്ചു. താൻ വിചാരിക്കുന്നത് പോലെ നമ്മുടെ വീട്ടിലുള്ളവരെ അത്ര വലിയ ഭീകരന്മാരൊന്നുമല്ല. തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന അനുവിൻ്റെ മുഖം ഉയർത്തി പിടിച്ചുകൊണ്ട് വാത്സല്യത്തോടെ ലിസ പറഞ്ഞു. നിനക്ക് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. വല്യപ്പച്ചൻ പൊതുവെ കുറച്ച് ഗൗരവക്കാരനാണെങ്കിലും ഉള്ളു നിറയെ എല്ലാവരോടും സ്നേഹവും വാത്സല്യവുമാണ്. വല്യപ്പച്ചന് കൊച്ചുമക്കളിൽ ഏറ്റവും ഇഷ്ടം നിന്റെ ഡേവിഡിനെയാണ്. പിന്നെയുള്ളത് വല്യമ്മച്ചി,
ആള് കുറച്ച് വായാടിയാണ് എന്നേ ഉള്ളൂ. അതും പാവമാണ്. പക്ഷെ ആ കരിങ്കല്ല് പൊട്ടിച്ച് അതിനുള്ളിലുള്ള സ്നേഹം പുറത്തെടുക്കാനേ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നേ ഉള്ളൂ. പപ്പയും ചെറിയ പപ്പയും ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. വീട്ടിൽ വല്ലപ്പോഴും അവർ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ സംസാരത്തിലും നടത്തത്തിലും ഭാവത്തിലുമൊക്കെ അതിൻ്റെതായ ഒരു സീരിയസ്നെസ് ഉണ്ടാവും. ചെറിയ പപ്പയുടെ പിന്നെ ഉള്ളത് സാറ ആൻറ്റി. ആള് പാവമാണ്. അവരുടെ 3 മക്കളിൽ ആദ്യത്തേത് ടോണിയും റോണിയും. 2 പേരും ട്വിൻസാണ്. ഈ ഇരട്ടകളാണ് പരട്ടകൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അതിൽ ടോണിയാണ് കുറച്ച് അപകടകാരി. റോണി അത്രയ്ക്കില്ല. ഇനിയുള്ളത് ഇവരുടെ അനിയത്തി ലിൻഡ. ആൾ ശരിക്കും പാവമാണ്. പിന്നെ കുറച്ച് വായാടിയും. ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂറിന് പോയിരിക്കുക. മിക്കവാറും നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും എത്തിയിട്ടുണ്ടാവും. ഇനിയുള്ളത് നിന്റെ കെട്ടിയോൻ്റെ ചേട്ടൻ ആദം, അതായത് എൻ്റെ ഭർത്താവ്. ഇതുതന്നെയാണ് പുള്ളിയുടെ അവസ്ഥ. പുറമേ ഗൗരവമെങ്കിലും ഉള്ളികൊണ്ട് സാധുവാണ്, പാവം. ഇനി ഡേവിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡേവിഡിന് കുട്ടിക്കാലം മുതലേ ദേഷ്യവും വാശിയും കൂടുതലാണെന്ന് ഇച്ചായൻ പറഞ്ഞുള്ള അറിവെന്നുള്ളൂ. പൊതുവെ ആള് സൈലൻ്റാണ്. അധികം ആരോടും സംസാരിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. മറ്റുള്ളവരെല്ലാം കുടുംബത്ത് വന്നാൽ സീരിയസ്നെസ് മാറ്റി കുറച്ച് കൂളാവും. എങ്കിലും ഡേവിഡ് എപ്പോഴും സീരിയസ് ആണ്. അതാണ് അവൻ്റെ സ്ഥായിയായിട്ടുള്ള ഭാവം. അനുവിനെ നോക്കി തമാശ രൂപയാണ് ലിസി അത് പറഞ്ഞതെങ്കിലും അത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് അനുവിന് നന്നായി മനസ്സിലായതാണല്ലോ. അതിൻ്റെ പ്രതിഫലനം എന്നോണം അവളുടെ കണ്ണുകളിൽ വിഷാദം തളം കെട്ടി. താൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലടൂ. പെട്ടെന്നൊരു വിവാഹമെന്ന് പറയുമ്പോൾ അവനത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവും. അതെല്ലാം മാറിക്കോളും. അത് കേൾക്കെ അനുവിൻ്റെ കണ്ണുകൾ ഒന്നുകൂടെ നിറഞ്ഞു വന്നു. ഇതിനും കരയുവാണോ? ഇത്രയും പാവമായാലേ നിന്നെ വേണ്ട എന്ന് വെക്കാൻ ആർക്കെങ്കിലും കഴിയുമോ അനുക്കുട്ടി? അനുവിൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു ലിസ. ഇതുവരെ ഒറ്റപ്പെട്ടതുപോലെ ഒരു ഫീലായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂട്ടിനാരോ ഉള്ളതുപോലെ. ഡേവിഡ് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ എൻ്റെ നല്ല ജീവനങ്ങ് പോയി. അന്ന് പെട്ടെന്ന് പപ്പയുടെ ഫ്രണ്ട് തോമസ് അങ്കിളാണ് ഫോൺ ചെയ്തിട്ട് പറയുന്നത് ഡേവിഡ് വിവാഹം കഴിച്ച് പെൺകുട്ടിയുമായി ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നുണ്ട് എന്ന്. അത് കേട്ട ഉടനെ വല്യപ്പച്ചൻ ഡേവിഡിനെ വിളിച്ച് നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിച്ചതായിരുന്നു. ഡേവിഡിന് അനുവിനെ ഇഷ്ടമാണ്. അതുകൊണ്ട് കല്യാണം മുടക്കി തന്നെ വിളിച്ചുകൊണ്ട് വന്നു എന്നാണ് വീട്ടിലെല്ലാവരും ധരിച്ചിരുന്നത്. പിന്നെ ടോണി സത്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാം അറിഞ്ഞത്. തോമസ് അങ്കിൾ വിളിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് കൂടി എല്ലാവരെയും കൂട്ടി അടുത്ത ആഴ്ച അന്നയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മയും മറ്റുള്ളവരും മനസ്സുകൊണ്ട് അന്നയെ ഡേവിഡിൻ്റെ പെണ്ണായി അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മമ്മയ്ക്ക് നിന്നെ അംഗീകരിക്കാൻ കഴിയാത്തത്. നീ വിഷമിക്കേണ്ട. ഡേവിഡ് നിന്നെ ഭാര്യയായി അംഗീകരിച്ച് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ മമ്മിയുടെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം മാറ്റിവെച്ച് മമ്മിയും നിന്നെ സ്നേഹിക്കും. അനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവളെ ആശ്വസിപ്പിക്കാനെന്നോണം ലിസ പറഞ്ഞു. ഡേവിഡിന് നീ കുറച്ച് സമയം കൊടുക്ക്. അവൻ പതിയെ മനസ്സുകൊണ്ട് നിന്നെ അംഗീകരിക്കും, നിന്നെ സ്നേഹിക്കും. പിന്നെ മമ്മിയും നിന്നെ അംഗീകരിക്കും. അതിനുശേഷം നിങ്ങൾക്കൊന്നിച്ച് നിന്റെ വീട്ടിലേക്ക് പോയി എല്ലാവരെയും പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതൊന്നും ഒരിക്കലും നടക്കാൻ സാധിക്കില്ലാത്തതായ കാര്യങ്ങളാണെന്ന് അനുവിന് പകൽ പോലെ വ്യക്തമാണെങ്കിലും തൻ്റെ മുഖത്ത് നോക്കി ഇത്രയും പ്രതീക്ഷയോടെ സംസാരിക്കുന്ന ലിസയെ നിരുത്സാഹപ്പെടുത്താൻ അവൾക്കാകുമായിരുന്നില്ല. ലിസയെ നോക്കിക്കൊണ്ട് അനുമെല്ലെ ചിരിച്ചെന്ന് വരുത്തി. എന്നാൽ അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. മനസ്സു നിറയെ ഡേവിഡ് പറഞ്ഞ വാക്കുകളാണ്. ഇന്ന് അലീനയുടെ അവസ്ഥയ്ക്ക് കാരണം താനാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇത്രയും സ്നേഹത്തോടെ ചേച്ചി തന്നോട് ഇടപഴകുന്നത്. നാളെ എല്ലാവരും എല്ലാം അറിഞ്ഞാൽ എന്തായിരിക്കും തൻ്റെ അവസ്ഥ? ഇപ്പോൾ തന്നെ മറ്റുള്ളവരുടെ വെറുപ്പോട് കൂടിയുള്ള നോട്ടം തന്നെ വല്ലാതെ നോവിക്കുന്നു. സമയം കടന്നു പോകുന്തോറും ആ നോവിൻ്റെ ആഴം കൂടുന്നു. കാരണം നിമിഷങ്ങൾ കടന്നു പോകുന്തോറും ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരും തനിക്ക് പ്രിയപ്പെട്ടവരായി കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കുടുംബം പോലെ ഞാൻ ഇവരെയും സ്നേഹിച്ചും അംഗീകരിച്ചും തുടങ്ങി. പക്ഷേ തനിക്കതിനുള്ള യോഗ്യതയുണ്ടോ? വെറും ജോലിക്കാരിയല്ലേ. പകയോടെ മാത്രം കെട്ടിയ ഈ മിന്നിന് എന്ത് വിലയാണുള്ളത്? അവളുടെ ഉള്ളം നീറിപ്പുകഞ്ഞു. അനു, ഇറങ്ങുന്നില്ലേ? വീടെത്തി. ലിസയുടെ വിളിയാണ് അനുവിനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. ലിസയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അനു അവളോടൊപ്പം പുറത്തേക്കിറങ്ങി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ലിസയും അനുവും വീട്ടിലെത്തുമ്പോൾ സമയം 8 മണിയോടടുത്തിരുന്നു.
മമ്മി എന്ന് കൊഞ്ചി വിളിച്ചുകൊണ്ട് ലിസയുടെയും ആദത്തിൻ്റെയും 3 വയസ്സുകാരി എമി മോള് പുറത്തേക്ക് വന്നു. അനുവിനെ കണ്ടതും അപരിചിതത്തോടെ നോക്കി നിൽക്കുന്ന എമിയെ കണ്ട് കണ്ണു ചിമ്മി കാണിച്ചു അനു. മമ്മി എവിടെ പോയേ? ലിസയെ നോക്കിക്കൊണ്ട് ആകുലതയോടെ എമി മോള് ചോദിച്ചു. മമ്മി വന്നില്ല മോളെ, ഇത് നോക്കിയേ, എൻ്റെ മോൾക്കേ മമ്മി പുതിയ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അനുവിനെ ലിസ എമി മോൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആദ്യം അനുവിനോട് എമി മോൾ അല്പം അകൽച്ച കാണിച്ചെങ്കിലും പിന്നെ ഇണങ്ങി. അതിനിടയിൽ ജോണിൻ്റെ ഭാര്യ റീത്ത് അങ്ങോട്ട് വന്നു. നിങ്ങളെത്തിയോ? ലിൻ്റെ മോൾ എത്തിയ ഉടനെ നിങ്ങൾ രണ്ടുപേരെയും തിരക്കിയിരുന്നു. ഇപ്പോൾ പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ടാവും, നല്ല ക്ഷീണമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ലിൻ്റെയെ നിനക്ക് നാളെ പരിചയപ്പെടുത്തി തരാം, നീ പരിചയപ്പെടേണ്ട ആളാണ്. നിങ്ങൾക്ക് കഴിക്കാനെടുത്ത് വെക്കട്ടെ? വേണ്ട ആൻറ്റി, ഞങ്ങൾ കഴിച്ചു. മറ്റുള്ളവർക്ക് എല്ലാവരും കഴിച്ച് കിടന്നോ? എന്നാൽ ഞങ്ങളും കിടക്കുക. അനു, ഇതിൽ നാളത്തേക്ക് നിനക്ക് വേണ്ട എല്ലാമുണ്ട്, എടുത്തു വെച്ചേക്ക്. തൻ്റെ കയ്യിലുള്ള വസ്ത്രം കവറുകൾ അനുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ലിസ അവളോട് പറഞ്ഞു. അനു കവറെല്ലാം വാങ്ങിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് നടന്നു. ചാരേറ്റ മുറിയുടെ കതക് തള്ളിയതും അവൾ പെട്ടെന്ന് തുറന്നു വന്നു. അപ്പോൾ തന്നെ അനുവിന് മനസ്സിലായി മുറിയിൽ ഡേവിഡ് ഇല്ലെന്ന്. പെട്ടെന്ന് അനു അകത്തേക്ക് കയറി കവറുകളെല്ലാം ബെഡിൽ വെച്ച് ബാത്റൂമിലേക്ക് പോയി കുളിച്ചു വന്നു. ഒരു സാരിയും എടുത്തു ചുറ്റി അതിനുശേഷം ബെഡിലുള്ള കവറിലെ വസ്ത്രങ്ങളെല്ലാം ഓരോന്നായി മടക്കി അലമാരയിലേക്ക് എടുത്തു വെച്ചു. വസ്ത്രങ്ങളെല്ലാം എടുത്തു വെക്കുമ്പോഴാണ് പെട്ടെന്ന് കതക് തുറന്ന് ഡെവി അകത്തേക്ക് കയറിയത്. അവളെയും അവൾ എടുത്തു വെക്കുന്ന വസ്ത്രത്തിലേക്കും പുച്ഛത്തോടെ അവൻ നോക്കി. തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ഡേവിഡിനെ കണ്ടതും കുറ്റബോധത്തിൽ അനുവിൻ്റെ തല താഴ്ന്നു പോയി. അല്ലെങ്കിലും അവനെ തല ഉയർത്തി നോക്കാനുള്ള ധൈര്യം അവൾക്കിതുവരെ ആയിട്ടില്ല. വലിയ തമ്പുരാട്ടിയായി ഇവിടെ സുഖിച്ച് ജീവിക്കാമെന്ന് നീ കരുതണ്ട. നാളെ ഒരു ദിവസത്തേക്ക് മാത്രം നിനക്ക് ഈ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാലേ നിന്റെ സ്ഥാനം ഈ വീട്ടിലെ ജോലിക്കാരിയുടേത് മാത്രമായിരിക്കും. അപ്പോഴൊന്നും സംസാരിക്കാതെ തലതാഴ്ത്തി നിൽക്കുന്ന അനുവിനെ കാണേ അവൻ്റെ ദേഷ്യം വീണ്ടും കൂടി. പാഞ്ഞു ചെന്ന് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അലറി. നിന്നോടല്ലടി പൊന്ന മോളെ ഞാൻ പറയുന്നത്. ഡേവിഡ് കവളിൽ കുത്തിപ്പിടിച്ച കൈയുടെ വേദന കൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ താഴേക്ക് പതിച്ചു. ഞാൻ കേൾക്കുന്നുണ്ട്. എന്ത് ശിക്ഷ അനുഭവിക്കാനും ഞാൻ തയ്യാറാണ്. തല ഉയർത്തി അവനെ നോക്കാതെ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. നിന്റെ സമ്മതം ആർക്ക് വേണം? നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ തരുന്ന ശിക്ഷ നീ ജീവിതകാലം മുഴുവൻ അനുഭവിക്കും. എൻ്റെ ജീവിതം തകർന്നാലും നിന്നെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വേദന നീ അറിയണം. നിന്നെ ഞാൻ അറിയിക്കും. നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകളിലേക്ക് അവൻ പകയോടെ നോക്കി. പിന്നെ അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ ബാത്റൂമിൽ കയറി. അനു പതിയെ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി. അവിടെ ഇട്ടിരുന്ന ചെയറിലേക്കിരുന്നു. 2 ദിവസം മുൻപ് വരെ ഈ ലോകത്തെ ഏറ്റവും സന്തോഷവതി ഞാനായിരുന്നു. എന്നാൽ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും നിർഭാഗ്യവതിയും താൻ തന്നെയാണ്. അച്ഛനും അമ്മയും ഏട്ടനും ഒരിക്കലും തന്നെ കൈവിടില്ലെന്നായിരുന്നു മനസ്സിൽ. എന്നാൽ തൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റായിരുന്നു. നവംബർ മാസത്തിലെ തണുപ്പിന് ചുട്ടുപൊള്ളുന്ന അവളുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയാത്തതുപോലെ തോന്നി അവൾക്ക്. ബാത്റൂമിൽ നിന്ന് കുളിച്ച് പുറത്തേക്ക് വന്ന് കാണുന്നത് ബാൽക്കണിയിലിരുന്ന് കണ്ണുനീർ വാർക്കുന്ന അനുവിനെയാണ്. എന്നാൽ ആ കാഴ്ച അവനെ ഒട്ടും തന്നെ ബാധിച്ചില്ല. അനുവിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് കിടന്നു. അനു എത്ര നേരം ആ തണുപ്പത്തിരുന്നു എന്നറിയില്ല. കണ്ണുകളിൽ ഉറക്കമെത്തിയപ്പോൾ അനു ബാൽക്കണിയിൽ നിന്ന് മുറിയിലേക്ക് എഴുന്നേറ്റ് പോയി. ബെഡിൽ ശാന്തമായി കിടന്നുറങ്ങുന്ന ഡേവിഡിനെ കാണി അനുവിൻ്റെ കണ്ണുകൾ അവനെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. കിടന്നുറങ്ങുമ്പോൾ എന്തു ശാന്തനാണ്. ഇളം കാറ്റിൽ പറക്കുന്ന അവൻ്റെ മുടിയിടകളെ അവൾ നോക്കി നിന്നു. പിന്നെ സോഫയിൽ കിടന്നുറങ്ങി. ഇന്നാണ് റിസപ്ഷൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവർ ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു. ഒട്ടും മനസ്സും താല്പര്യവും ഇല്ലെങ്കിലും വല്യപ്പച്ചനെ എതിർക്കാൻ കഴിയാത്തതുകൊണ്ട് എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ബ്യൂട്ടീഷ്യൻ വന്ന് അനുവിനെ ഒരുക്കി സുന്ദരിയാക്കി. അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് റിസപ്ഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്.